നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ തന്റെ ശരീരഭാഷ ശരിയല്ലെന്ന് സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീട്ടിൽ നിന്ന് പോലും വിമർശനമുണ്ടായി. കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്ന് തന്നോട് മകൻ ചോദിച്ചെന്നും ഗോവിന്ദൻ പറഞ്ഞു. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ. പത്രസമ്മേളനങ്ങൾ വീണ്ടും കണ്ടു നോക്കണമെന്ന് മകൻ പറഞ്ഞു. വാർത്താ സമ്മേളനങ്ങളിലെ തന്റെ ശരീരഭാഷ ശരിയായില്ല. മാധ്യമപ്രവർത്തകരോട് തിരിച്ച് ചോദ്യം ചോദിക്കുന്നത് നിർത്തി. ഇനി മുതൽ കൂടുതൽ പക്വതയോടെ പെരുമാറുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതേസമയം ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഗോവിന്ദൻ ന്യായീകരിച്ചു. ആണധികാരം പ്രയോഗിക്കാതിരിക്കാനാണ് ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത്. സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നവർ ആണധികാരത്തിന്റെ വക്താക്കളാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. പുതിയ മന്ത്രിസഭ അധികാരമേറ്റതിന് പിന്നാലെ മുൻ സർക്കാരിന്റെ വിവാദ തീരുമാനം തിരുത്താനുള്ള സുപ്രധാന നടപടിയുമായി സർക്കാർ. സിൽവർ ലൈൻ റെയിൽ പദ്ധതി റദ്ദാക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടു. ഇതിനായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റാനും തീരുമാനമായി. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനവും റദ്ദാക്കിയെന്നും അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് നിർണായക പ്രഖ്യാപനം. ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം റദ്ദാക്കി. മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശയും സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ വകുപ്പുകളിലെ തർക്കം തീർന്നു. വകുപ്പ് വിഭജനം പൂർത്തിയാക്കി പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. 42 വകുപ്പുകളടങ്ങിയ പട്ടികയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രിയിലാണ് വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. AICC നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി വകുപ്പുകളുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. നിയമാനുസൃതമായ നടപടികൾ പൂർത്തിയാക്കി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളുടെ കാര്യത്തിലാണ് തർക്കം നിലനിന്നിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന്റെ പക്കലായിരുന്നു. ഇത് വിട്ടു നൽകണമെങ്കിൽ ഫിഷറീസ് നൽകണമെന്ന് ലീഗ് നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും കടലിനെ അറിയുന്നയാളായിരിക്കണം വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ലത്തീൻ സഭ നിലപാട് സ്വീകരിച്ചിരുന്നു. ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകരുതെന്ന് കോൺഗ്രസിലെ ചില നേതാക്കൾ നിലപാട് സ്വീകരിച്ചിരുന്നു. ലത്തീൻ സമുദായത്തിൽ നിന്നും കോൺഗ്രസ് ആരെയും മന്ത്രിയാക്കാത്തതിലെ അതൃപ്തിയും സഭാ നേതൃത്വം കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രി സഭാ നേതൃത്വവുമായും ലീഗ് നേതൃത്വവുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തർക്കപരിഹാരമായത്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 മാസത്തേക്ക് നീട്ടാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടുക. 2026 നവംബർ 30 വരെ കാലാവധി നീട്ടാൻ PSCക്ക് ശുപാർശ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. UDF പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ വിവിധ വകുപ്പുകൾക്കായി തിരിച്ചു നൽകി അത് പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജൂൺ 1 മുതൽ 100 ദിവസത്തെ കർമ്മ പരിപാടി നടപ്പാക്കും. പത്മ പുരസ്കാര ശുപാർശയ്ക്ക് സമിതി രൂപീകരിച്ചു. ഹൈക്കോടതിയിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി മുഹമ്മദ് ഷായെ നിയമിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സത്യപ്രതിജ്ഞയിൽ പേരിനൊപ്പം ജാതിവാൽ ചേർത്തുന്ന വിവാദത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി VD സതീശൻ. താൻ പേരിനൊപ്പം പറഞ്ഞത് അച്ഛന്റെ പേരാണ്, അമ്മയുടെ പേരും പറയാൻ ആഗ്രഹിച്ചെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. താൻ MLA ആകുന്നതിന് മുൻപ് തന്നെ 2 പേരും മരിച്ചു. അച്ഛന്റെ പേര് പറഞ്ഞതിൽ തെറ്റെന്താണ്? മാതാപിതാക്കളുടെ പേര് പറയുന്നത് അഭിമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രി VD സതീശൻ മേനോൻ എന്ന പേരിനൊപ്പം ചേർത്തതിനെ എതിർത്തും അനുകൂലിച്ചും കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ജിൻഡോ ജോൺ ആണ് ആദ്യം ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തിയത്. പിന്നാലെ VR അനൂപും സതീശനെ വിമർശിച്ചു. വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതിന് പിന്നാലെ രാജു P നായരും BRM ഷഫീറും മുഹമ്മദ് ഷിയാസും സതീശന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിച്ചത് തെറ്റായ നടപടിയെന്ന CPM വിമർശനത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി VD സതീശൻ. വന്ദേമാതരം ആലപിച്ചത് രാജ്ഭവന്റെ നിർദ്ദേശം അനുസരിച്ചാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. വന്ദേമാതരം മുഴുവൻ ആലപിക്കുമെന്ന് അറിയില്ലായിരുന്നു, അവിടെ നിന്നപ്പോഴാണ് കേട്ടത്. അതിനിടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ കഴിയുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വന്ദേമാതര ഗാനത്തിന്റെ ചില ഭാഗങ്ങൾ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം വിശ്വാസങ്ങളെ അവതരിപ്പിക്കുന്നതാണെന്നും അത് ദേശീയ ഗീതമായി സ്വീകരിക്കുന്നത് ബഹുസ്വര സമൂഹത്തിന് അനുയോജ്യമല്ലെന്നും CPM വിമർശനം ഉന്നയിച്ചിരുന്നു. ബംഗാളിൽ BJP അധികാരത്തിൽ വന്നിട്ടും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇത്തരമൊരു ഗാനം ആലപിച്ചിരുന്നില്ല എന്ന് കാണണം. അവിടെ പോലും അവതരിപ്പിക്കാത്ത ഗാനമാണ് കേരളത്തിൽ അവതരിപ്പിച്ചതെന്നുമായിരുന്നു വിമർശനം. പ്രോടൈം സ്പീക്കറായി മുതിർന്ന നിയമസഭാംഗം G സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് രാവിലെ ലോക് ഭവനിൽ ഗവർണറുടെ ചേംബറിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം 2ാമതാണ് അദ്ദേഹം പ്രോടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെയാണ് നിയമസഭയിൽ MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. MLA മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രോടൈം സ്പീക്കറാണ്. പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതുവരെയാണ് പ്രോടൈം സ്പീക്കറുടെ ചുമതല.
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ജി സുധാകരന്റെ മുന്നിലാണ് എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില കൂട്ടി. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. ഇന്ന് ചേർന്ന മിൽമ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ജൂൺ 1 മുതൽ പുതിയ വില പ്രാബല്യത്തിൽ വരും. 3.35 രൂപ കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനമെന്ന് മിൽമ അധികൃതർ പറഞ്ഞു. ഇതോടെ പാൽ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കും. ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ കൂട്ടണമെന്നായിരുന്നു മിൽമയുടെ ആവശ്യം. പാൽ വില കൂട്ടി കർഷകരെ സഹായിക്കണമെന്ന് മേഖലാ യൂണിയനുകൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. മിൽമയുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് പാൽ വില കൂട്ടാനുള്ള അനുമതി നൽകിയത്. ലഹരിക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധം പുലർത്തിയ പോലീസുകാരന് സസ്പെൻഷൻ. കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ CPO ഗോവിന്ദരാജിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം SP-യുടേതാണ് നടപടി. 40 ഗ്രാം MDMA-യുമായി കരിപ്പൂരിൽ പിടിയിലായ പ്രതികളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-യുടെയും കൊണ്ടോട്ടി ASP-യുടെയും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗോവിന്ദരാജിനെതിരെ തുടർ നടപടി ഉണ്ടാകുമെന്ന് മലപ്പുറം SP അറിയിച്ചു. ലഹരി സംഘവുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കരിപ്പൂർ സ്റ്റേഷനിലെ CPO ധനേഷിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.